തോരും മുമ്പേൽ എൽസമ്മയെ ഭീഷണിപ്പെടുത്തി അലീന. അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മഴ തോരും മുമ്പേലാണെങ്കിൽ വല്യപ്പച്ചൻ്റെ അടുത്ത് അലീന മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അതായത് വല്യപ്പച്ച, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും പപ്പയ്ക്ക് തന്നെ ഇഷ്ടമല്ല എന്നും അലീന പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ അതെല്ലാം നിൻ്റെ തോന്നലാണെന്ന്. അല്ല വല്യപ്പച്ച, എൻ്റെ തോന്നലൊന്നുമല്ല. പപ്പ ഏതാണ്ട് കടത്ത് കഴിക്കുന്ന മാതിരിയാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യം തന്നെയില്ല. അതായത് പപ്പ എന്നെ മകളായി അംഗീകരിച്ചിരുന്നെങ്കിൽ എന്നെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചേനെ. പപ്പ ഇപ്പോഴും എന്നെ വിളിക്കുന്നത് അലീന എന്നാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവനങ്ങനെ മക്കളെ സ്നേഹിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് അവനെ വിളിക്കാത്തത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. മോളെ, അവൻ മക്കളെ സ്നേഹിച്ചിട്ടില്ല എന്നുകൂടെ നമ്മുടെ അവതക്കുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളും അവനും തമ്മിലുള്ള ബോണ്ടൊന്നും അറിയില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതെന്താണ് വല്യപ്പച്ച അങ്ങനെ പപ്പയെ അവർ സ്നേഹിച്ചിരുന്നില്ലേ എന്നുള്ള ചോദ്യം അലീന ചോദിക്കുന്നു. സ്നേഹമൊക്കെ കണക്കാ മോളെ, കാശിന് വേണ്ടിയുള്ള സ്നേഹം, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് വല്യപ്പച്ചൻ പറയുകയാണ്. റീതാമ്മ അവരുടെ ജീവിതം കുളം തോണ്ടിയതാണ്. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ എരിപിരിയും കുത്തിത്തെറിപ്പും കയറ്റിവെച്ച് വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവരാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവർ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു കാര്യവും സംഭവിക്കില്ലായിരുന്നു. സ്റ്റാലിയും നീയും ചിലപ്പോൾ കണ്ടുമുട്ടിയില്ല എന്ന് വരെ വന്നേനെ എന്ന് വല്യപ്പച്ചൻ പറയുന്നു. അവരുടെ ഇടയിൽ അത്രയും വൈരാഗ്യവും ശത്രുതയും നിറച്ച ഒരേ ഒരാളേയുള്ളൂ, അത് നമ്മുടെ റീത്തയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീതാമ്മയെ കാണിക്കുന്നു. റീതാമ്മ വളരെ വലിയ ഒരു പുള്ളി മാതിരി എല്ലാവരെയും വിളിച്ച് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെറുതെ നിങ്ങളും ഈ നാണക്കേടിൽ പങ്കാളികളാവണോ, അതോ സ്റ്റാലിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിന്ന് സ്റ്റാലിനെ എതിർക്കണമോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ റീതാമ്മയുടെ വാക്ക് അവർ കേൾക്കുന്നു. നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അലീനയെ തുരത്തി ഓടിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേ സമയം റീതാമ്മ വളരെയധികം സന്തോഷിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ സ്റ്റാലിൻ തൻ്റെ മുൻപിൽ അടിയറവ് പറയും, അവൻ്റെ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടും എന്നുള്ള സന്തോഷം റീത്തയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സന്തോഷം എത്ര നേരം ഉണ്ടാകുമെന്ന് കണ്ട് തന്നെ കാണണം കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഷെറിനാണെങ്കിൽ റോബിനെ കാണണമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ നമ്മുടെ റോബിൻ്റെ ഭാര്യയുടെ അടുത്ത്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭാര്യയാണെങ്കിൽ അത് വരുമെന്നേ, ടോണി നിന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ അവളെ ശരിപ്പെടുത്താനായിട്ട്, അതായത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവനാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അലീനയുടെ അടുത്ത് ഒരു സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുകയാണ്.
അലീനയുടെ മനസ്സൊന്ന് കൂളാകണമെങ്കിൽ അവളെയും കൊണ്ട് ഒന്ന് എവിടെ റബ്ബർ തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവൾക്ക് നല്ല ചിന്ത തോന്നിയാലോ എന്നൊരു തോന്നൽ നമ്മുടെ സ്റ്റാലിന് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ നേരെ അലീനയെ വിളിക്കാനായിട്ട് വല്യപ്പച്ചനോട് പറയുമ്പോൾ താൻ വരുന്നില്ല എന്ന് പറയുകയാണ് അലീന എന്ന് കാണാം. തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത, തന്നെ സ്നേഹിക്കാത്ത ഒരു പപ്പയുടെ കൂടെ താൻ വരുന്നില്ല എന്ന് അലീന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് സ്റ്റാലിന് നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നും സത്യം പറയുന്നതാണെന്നും അലീന പറയുന്നുണ്ട് സ്റ്റാലിയുടെ അടുത്ത്. ഇതേ സമയം സ്റ്റാലി പറയുന്നുണ്ട്, മോളെ നീ എന്നൊന്നും മനസ്സിലാക്കുകയെന്ന്. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനുമില്ല, മനസ്സിലാക്കിപ്പിക്കാനുമില്ല. ഇതുവരെ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ എന്തോ ഒരു വലിയ ബാധ്യതയാണ് പപ്പ കാണുന്നതുമെന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാലിൻ്റെ ദേഷ്യം കൂടുകയാണ്. കൂടുതലൊന്നും മിണ്ടാൻ നിൽക്കാതെ സ്റ്റാലി വണ്ടിയെടുത്ത് പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുടെ അടുത്ത് വല്യപ്പച്ചൻ വന്ന് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമേയാണെങ്കിൽ നമ്മുടെ എൽസമ്മ വന്ന് എത്തുകയാണ് പ്രേക്ഷകരെ. അതായത് നമ്മുടെ എൽസമ്മയാണെങ്കിൽ റീത്താമ്മയുടെ അടുത്തേക്ക് വന്നെത്തുകയാണ്. ബൈബിൾ കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും റീത്താമ്മ എൽസമ്മയെ കയ്യിലെടുക്കുന്നു. റീത്താമ്മ പറയുന്നതെല്ലാം എൽസമ്മ കേൾക്കുന്നു. എൽസമ്മ കുടുങ്ങുന്നു എന്ന് കാണാം. കാരണം അലീനയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് എൽസമ്മ വിചാരിക്കുന്നില്ല. അവളെ സുഖമായി തന്നെ പുറത്താക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ എൽസമ്മ വിചാരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമായി സംഭവിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. അതായത് ഓടിയെത്തുന്ന എൽസമ്മയെ, തന്നെ പുറത്താക്കാനെത്തുന്ന എൽസമ്മയെ വലിച്ചു കീറുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ ആകെ അലീനയുടെ മുമ്പിൽ അമ്പയെ പരാജയപ്പെടാനായിട്ട് പോവുകയാണ് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.